അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പാത്തും കൂടി ഉണ്ട് കേട്ടോ. പാത്തു എൻ്റെ താത്താൻ്റെ മോളാണ്. അപ്പോൾ ഓള് 2 ദിവസമായിട്ട് വീട്ടിൽ വിരുന്നിന് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഓളെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ ഇത് ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കണ പോലെയല്ല ക്യാമറ പിടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലധികം ഞാൻ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വീഡിയോ എടുത്ത് വെച്ചത് അതേപോലെ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. പാത്തു വന്നിട്ട് അങ്ങനെ ഓളെ എവിടേക്കും കൊണ്ടുപോകാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഓള് അനുവിന് ലീവില്ലാത്ത സമയത്താണ് വന്നേനെ. അപ്പോൾ രാവിലെ ഒന്നും എങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അനു രാത്രി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറിട്ട് പുറത്തിറങ്ങാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം പോയത് ബിസ്മിയിലാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു. പിന്നെ പാത്തുവിന് എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഞങ്ങൾ ആ ഏരിയയിലൊന്നും ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടുതലില്ല. മക്കൾക്കൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും ആവും, നമുക്ക് നമ്മുടെ സാധനങ്ങളും കിട്ടും. അത് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇതാ ഈ ഒരു ടോയ് ഉണ്ടല്ലോ, ഇത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ടോയ് ആണത്. പിന്നെ ഇതാ എൻ്റെ സ്ഥിരം സ്ഥലമാണ് ഈ ഒരു പാത്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. ഇങ്ങനെ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ വെറുതെ അതെടുത്ത് നോക്കും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്, എന്നാലും പറഞ്ഞു തന്നെ ഉള്ളൂ. ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. താഴെ അനുവിൻ്റെ ഒപ്പമാണ്. ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാ ഇഷ്യൂനും എടുത്ത് നോക്കണം കേട്ടോ. ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാനൊന്നും പറയില്ല. ഓള് പിന്നാലെ അങ്ങനെ നടക്കും കേട്ടോ. എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങളും ഓൾ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ അതാ പാത്തു ഈ സ്റ്റെപ്പ് എണ്ണി 35 36 ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇതുവരെ അത് എണ്ണിയിട്ടില്ല. ഓൾ ഓരോ സ്റ്റെപ്പും എണ്ണിയിട്ടാണ് ഇറങ്ങണത്. മുകളിൽ കുറേ ബാഗൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ താഴത്തേക്ക് വന്നിട്ടോ. പിന്നെ ഇവിടെ കണ്ടിട്ടത് ഇവിടെ ഉണ്ട് ബാഗാണ് കേട്ടോ. അത് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ അമ്മയും കൂടി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി സാധനങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ ബില്ലിങ്ങിലും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഈ റിസൾട്ട് അറിയുന്ന ദിവസമാണല്ലോ പോയത്. അതിൻ്റെ ഒരു ആരവാണ് നമ്മൾ ഫസ്റ്റാണ് കണ്ടത്. അന്ന് പോയതുകൊണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ സാധനങ്ങളും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബില്ലിങ്ങും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല, ഇവർക്ക് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ഉണ്ട് ഈ ചിക്ബി എന്ന് പറഞ്ഞിട്ട് ചില്ലി ബ്രോസ്റ്റ് കിട്ടും കേട്ടോ. അതായത് ചെറിയ ചെറിയ പീസായിട്ട്. അപ്പോൾ അത് കഴിക്കാൻ സുഖമാണ് വലിയ ബ്രോസ്റ്റിൻ്റെയും കാട്ടിലും. അപ്പോൾ ഞങ്ങൾ അധികം അതുതന്നെ വാങ്ങിക്കൽ കേട്ടോ. അപ്പോൾ അത് റെഡി ആവുന്ന സമയം വരെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കുക ചെയ്ത്. നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഫുഡ് റെഡി ആയി എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. പിന്നെ എന്നത്തെയും പോലെ തന്നെ അതിന് നല്ല കച്ചറയായിരുന്നു. അപ്പോൾ അനുവിന് എന്തായാലും ഈ ബ്രോസ്റ്റോണ്ട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുട്ടിനെയും കൊണ്ട് പുറത്ത് പോയിട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് വേഗം പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ തന്നെ പോയി, കാരണം അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം ഞങ്ങൾ ബഡ്ജറ്റിക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു ഇതിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ബിസ്മി പോയി, ഇന്ന് ബഡ്ജറ്റ് പോയത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓരോ സ്ഥലത്തുനിന്നും ഓരോ സാധനം, അതായത് ഇപ്പോൾ പച്ചക്കറി ഞങ്ങൾ ബഡ്ജറ്റിൽ നിന്ന് വാങ്ങിക്കൽ, മറ്റേത് ബിസ്മിയിൽ നിന്ന്, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുമല്ല ബഡ്ജറ്റും പാത്തുവിന് കാണാമല്ലോ, അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അവിടുത്തെ ബാഗിൻ്റെ കളക്ഷൻസ് കണ്ടിട്ട് എനിക്ക് ഇന്ന് തന്നെ സ്കൂൾ ഷോപ്പിംഗ് ചെയ്യണം എന്നാട്ടാ പറയണത്. എന്തായാലും ടൈം ഉണ്ടല്ലോ, തുറക്കാനൊന്നും ആയിട്ടില്ലല്ലോ വിചാരിച്ച് ഞങ്ങൾ പിന്നെ വേഗം പോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ബോട്ടിൽ പൗച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഉള്ളത് എനിക്ക് നല്ല ജലദോഷവും പനിയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇതാ ബഡ്ജറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇന്ത്യ മാളിലേക്കാണ് പോയത്. നല്ല നേരം വൈകിയതുകൊണ്ട് തന്നെ മാളിലൊന്നും ഒരാളും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പാർക്കൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ലാസ്റ്റത്തെ കുട്ടീനെ വരെ ഒരു പുറത്താക്കല്ല, മീൻസ് ആ ടൈമും കൂടി കഴിഞ്ഞിട്ട് അവിടെ ക്ലോസ് ആക്കുക ചെയ്തത് കേട്ടോ. പിന്നെ പാത്തുവിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് ഇത് എന്നും ഇവിടെ തന്നെ ആയതുകൊണ്ട് ഒരു കഥ ഉണ്ടാവില്ല. പക്ഷേ ഇവർക്ക് ഇത് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ നല്ല രസമാവുമല്ലോ. അങ്ങനെ പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ടൈം കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഓൾക്കും കൂടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഗെയിമിലൊന്നും കയറാൻ പറ്റിയില്ല, അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പുറത്തു കൂടെയൊക്കെ നടന്നിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോന്നു. ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ഒരു എഡിറ്റും ചെയ്യണില്ല കേട്ടോ. എങ്ങനെയാണോ എടുത്തത് അതേപോലെ അങ്ങനെ ഇടാണ്. ഇതിലെന്തൊക്കെയാണ് എവിടേക്കാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ അങ്ങനെ ഇട്ടേക്കാണ്. കാരണം ഇത് എഡിറ്റ് ചെയ്തിരിക്കാനുള്ളൊരു എന്താ പറയുക, ആകെ പനി ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ ശ്രദ്ധിക്കാനേ പറ്റണില്ലായിരുന്നു. അങ്ങനെ ഒരാവശ്യമില്ലാതെ അവിടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് കടയ്ക്ക് പോവുക ചെയ്ത്. അനുവിൻ്റെ ഷോപ്പിൽ പോകാണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അനു ഷോപ്പിൽ കയറുന്ന സമയം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു ആനൻ്റെ പ്രതിമ ഉണ്ട്.
അപ്പോൾ ഇവൾക്ക് ഐശുവിനെ എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, പാത്തുവിനെ എല്ലാം കാണിച്ചിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താ പറയുക, അങ്ങനെ ചെയ്യാണ്. നമ്മൾ രണ്ടാമത്തെ ദിവസം ബഡ്ജറ്റിൽ പോയ ദിവസം ഈ ഫുഡിൻ്റെ സമരമായിരുന്നു, ഹോട്ടലുകളൊക്കെ അടവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ഐസാണ്, നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസമാണ്, അത് ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മൂത്തമ്മക്ക് സുഖമില്ല പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ തിരിച്ച് വന്നിട്ട് രണ്ടാളും നല്ല കളിയാണ് കേട്ടോ. ഡാൻസ് ഒരു ടി വിയിലിട്ടിട്ട് അത് നോക്കി കളിക്കുകയാണ് ചെയ്യണത്. വെക്കേഷൻ തീരാനും ഇനിയും കുറേ ദിവസമുണ്ട്, പക്ഷേ അവൾക്ക് എന്തോ വെക്കേഷൻ വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഭാഗത്ത് ഇന്നിപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഓളില്ല. ഓള് പോയാൽ പിന്നെ ഐശ്വര്യ നല്ല ബോറടിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓൾക്ക് വെക്കേഷൻ വർക്കൊക്കെ ചെയ്യാണ്ട് പറഞ്ഞിട്ട് അവളങ്ങനെ പോയി. ഇനി ഇൻഷാ അല്ലാഹ് പിന്നെ എപ്പോഴേലും കൊണ്ടുവരണം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.